ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 103 3 വാക്യം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ ചരിത്രം 7 ഭാഗം. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസ്. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ ദൈവരാജ്യം വ്യാപിപ്പിക്കുന്നതിന് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വിശുദ്ധ അന്തോനീസിന് സാധിച്ചു. ഇന്ന് ലോകം വണങ്ങുന്ന അനേകം വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് വിശുദ്ധ അന്തോനീസ് ആണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ അസാധാരണമായ ഭക്തിയും അചഞ്ചലമായ വിശ്വാസവും മൂലമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ധാരാളം അത്ഭുതങ്ങൾ അന്തോനീസ് വഴി നടന്നിട്ടുണ്ട്. ആർലസ് എന്ന സ്ഥലത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു വിശുദ്ധ അന്തോനീസ്. സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ വിജ്ഞാനപ്രദമായ പ്രസംഗത്തിനിടയ്ക്ക് സ്ലീവ മരത്തിലെ തലവാചകമായ INRയെ പറ്റി വിശദീകരിച്ചു കൊണ്ടിരിക്കെ ശ്രോതാക്കളിൽ ഒരാളായ ഫാദർ മൊനാൾഡോ അതിമനോഹരമായ ഒരു ദൃശ്യം കണ്ട് അത്ഭുത സ്തബ്ധനായി. യോഗ ഹാളിനുള്ളിൽ വാതിലിന് മുകളിലായി കുരിശിൽ തൂങ്ങിയ ഈശോ പ്രത്യക്ഷനായി ജനങ്ങളെ ആശീർവദിക്കുന്നു. ഈ അത്ഭുതത്തെപ്പറ്റി വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെ പല അവസരങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിന് ഉപകരിക്കും വിധം വിശുദ്ധ അന്തോനീസ് പ്രവർത്തിച്ച ഒരു അത്ഭുതം അക്കാലത്ത് നടക്കുകയുണ്ടായി. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ദിവ്യനാഥൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യത്തിൽ വിശ്വസിക്കാത്ത ഒരുവൻ വിശുദ്ധ അന്തോനീസിനെ അധിക്ഷേപിക്കുകയും തെളിയിക്കാൻ വിശുദ്ധനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ധൈര്യപൂർവം വിശുദ്ധ അന്തോനീസ് ഏറെ വിനീതനായി അദ്ദേഹത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചു. അവിശ്വാസിയായ ആ മനുഷ്യന്റെ വക കോവർ കഴുത തിരുവോസ്തിക്ക് മുൻപിൽ മുട്ടുമുടക്കി ആരാധിക്കുന്ന പക്ഷം വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു അത്ഭുതം നടക്കുകയില്ല എന്നും നടന്നാൽ താൻ വിശ്വസിക്കാമെന്നും അയാൾ അവസാനം സമ്മതിച്ചു. എന്നാൽ അത്ഭുതം നടന്നില്ലെങ്കിൽ അത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമില്ലായികയല്ല, തൻ്റെ കഴിവുകേടാണെന്ന് മാത്രമേ വിശ്വസിക്കാവൂ എന്നും അദ്ദേഹം പ്രതിയോഗിയോട് പറഞ്ഞു. കഴുതയെ ഏതാനും ദിവസം പട്ടിണി കിട്ട ശേഷം ഒരു പൊതുസ്ഥലത്ത് വയ്ക്കുന്ന ആഹാര സാധനത്തിനടുത്ത് എത്തിച്ച് പരീക്ഷിക്കുവാനായിരുന്നു തീരുമാനം. ഇങ്ങനെയൊരു തീരുമാനം എടുത്തുവെങ്കിലും ദൈവകരുണയ്ക്കായി അന്തോനീസ് ഹൃദയം തുറന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു. പന്തയം വിജയിച്ചാൽ അതുമൂലം അനേകായിരങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. പരാജയപ്പെട്ടാൽ ഒരു വിശ്വാസിയല്ല, പല ചഞ്ചലചിത്തരും അല്പമാത്ര വിശ്വാസികളും സത്യമാർഗം ഉപേക്ഷിക്കുമെന്നും വിശുദ്ധ അന്തോനീസ് അല്ല, സഭ തന്നെ അവഹേളന പാത്രമാകുമെന്നും അറിയാമായിരുന്നു. അതാണ് മനമൊരുക്കി പ്രാർത്ഥിക്കാൻ വിശുദ്ധനെ പ്രേരിപ്പിച്ചത്. നിശ്ചിത സമയത്ത് തന്നെ വാതുകെട്ടിയ അവിശ്വാസി വിശന്ന് പരാക്രാന്തനായ തൻ്റെ കഴുതയുമായി പൊതുസ്ഥലത്തെത്തിച്ചേർന്നു. അയാളോടൊപ്പം അവിശ്വാസികളായ കുറേ മനുഷ്യരും പരിഹാസച്ചിരിയുമായി സ്ഥലത്ത് നിലയുറപ്പിച്ചു. ഈ സമയത്ത് സമീപത്തുള്ള ഒരു ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ചിരുന്ന വിശുദ്ധ അന്തോനീസ് ബലി അർപ്പണത്തിന് ശേഷം പരിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ട് ഏതാനും ദൈവവിശ്വാസികളുമൊത്ത് ഭക്തി ബഹുമാനത്തോടെ സ്ഥലത്തെത്തിച്ചേർന്നു. സമയമായി കഴുതയെ ഭക്ഷണ സാധനത്തിലെ അരികിലേക്ക് അഴിച്ചുവിട്ടു. വിശന്ന് വലഞ്ഞു നിന്നിരുന്ന കഴുത ഭക്ഷണ സാധനം കണ്ടു. എങ്കിലും അതിൽ സ്പർശിക്കാതെ നേരെ വിശുദ്ധ അന്തോനീസിന്റെ സമീപത്തേക്ക് നടന്നെടുത്ത് മുൻകാലുകൾ മടക്കി തല താഴ്ത്തി മുട്ടിന്മേൽ നിന്നു. അവിടെ കൂടിയിരുന്ന വിശ്വാസികളും അവിശ്വാസികളും ശ്വാസമടക്കി ഈ അത്ഭുതം ദർശിച്ചു നിന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വിശുദ്ധ അന്തോനീസ് അനുവാദം കൊടുത്തതിന് ശേഷമാണ് ആ നാൽക്കാലി മുട്ടിന്മേൽ നിന്നും എഴുന്നേറ്റ് പോയത്. ഈ അത്ഭുത സംഭവത്തോടുകൂടി അവിശ്വാസിയായ ആ മനുഷ്യനും അനേകം അനുചരന്മാരും മാനസാന്തരപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. കഴുതയുടെ ഉടമയായ ഗില്ലാർഡ് എന്ന അവിശ്വാസി ഉത്തമ കത്തോലിക്ക ജീവിതം നയിക്കുക മാത്രമല്ല, അത്ഭുതം നടന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ദേവാലയം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിലുള്ള മൗണ്ട് പെല്ലിയർ സന്യാസാശ്രമത്തിൽ ദൈവശാസ്ത്ര അധ്യാപകനായി വിശുദ്ധ അന്തോനീസ് താമസിക്കുന്ന കാലത്ത് വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതി തയ്യാറാക്കി. ഈ കയ്യെഴുത്തു പ്രതിയുടെ വൈശിഷ്ട്യം മനസ്സിലാക്കിയ അല്പവിശ്വാസിയായ ഒരു ആശ്രമാംഗം ഈ പ്രതി തട്ടിയെടുത്ത് സഭ വിട്ടിറങ്ങി. അതിൻ്റെ കർത്തൃത്വം അവകാശപ്പെട്ട് അച്ചടിച്ചു വിറ്റഴിച്ച് സമ്പന്നനാകുവാൻ തീരുമാനിച്ചു.
സൂത്രത്തിൽ വിശുദ്ധ അന്തോനീസിന്റെ മുറിയിൽ നിന്നും ഈ കയ്യെഴുത്ത് പ്രതി അപഹരിച്ചുകൊണ്ട് ആ സന്യാസി സന്യാസം ഉപേക്ഷിച്ച് ഒളിച്ചോടി. ഗ്രന്ഥം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ് അത് തിരികെ കിട്ടുവാൻ അന്തോനീസ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേക നാളത്തെ പരിശ്രമ ഫലമായി രൂപപ്പെടുത്തിയ പ്രസ്തുത വിശിഷ്ട ഗ്രന്ഥത്തിന്റെ ഈ ഒരേ ഒരു കയ്യെഴുത്ത് പ്രതി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. എന്നാൽ മോഷ്ടാവ് അടുത്ത ദിവസം തന്നെ ഗ്രന്ഥവുമായി വിശുദ്ധ അന്തോനീസിന്റെ മുറിയിലെത്തി പശ്ചാത്തപിച്ച് തെറ്റ് സമ്മതിച്ച് മാപ്പ് അപേക്ഷിച്ചു. പുസ്തകവുമായി സ്വഗൃഹത്തിലേക്കുള്ള യാത്രയിൽ ഒരു നദി കടക്കേണ്ടിയിരുന്ന സന്യാസി നദിക്കരയിലെത്തിയെങ്കിലും അസാധാരണമായ ജലപ്പെരുപ്പവും മലവെള്ളപ്പാച്ചിലും മൂലം മറുകര എത്താൻ സാധിക്കാതെ വന്നു. ഈ സമയം അജ്ഞാതനും അസാധാരണനുമായ ഒരു മനുഷ്യൻ സന്യാസിയുടെ മുന്നിലെത്തി. മോഷ്ടിച്ച ഗ്രന്ഥം തരാമെങ്കിൽ മറുകര എത്തിക്കാമെന്നറിയിച്ചു. ഇത് കേട്ട മാത്രയിൽ ഭയാകുലനായ സന്യാസി തിരികെ ഓടി ആശ്രമത്തിലെത്തുകയായിരുന്നു. ഈ കൃത്യം ചെയ്ത സന്യാസിയെ വിശുദ്ധൻ വെറുത്തില്ല എന്ന് മാത്രമല്ല, സ്നേഹപൂർവ്വം ആശ്രമത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ഈ അത്ഭുതം മൂലം കാണാതെ പോകുന്ന വസ്തുക്കൾ തിരികെ കിട്ടുന്നതിന് വേണ്ടി അന്തോനീസിനോടുള്ള പ്രാർത്ഥന സർവ്വസാധാരണമാണ്, ഫലദായകവുമാണ്. മൗണ്ട് പെല്ലിയർ എന്ന സ്ഥലത്തുള്ള സന്യാസാശ്രമത്തിന് വളരെ സമീപത്തായി വിശാലമായൊരു കുളമുണ്ടായിരുന്നു. ഈ കുളത്തിൽ അനേകം തവളകളുണ്ടായിരുന്നു. അവകൾ രാപ്പകൽ ഭേദമില്ലാതെ വലിയ ശബ്ദം പുറപ്പെടുവിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത് മൂലം ആശ്രമാംഗങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും എല്ലാം വലിയ പ്രതിബന്ധമായി. ആശ്രമാംഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അന്തോനീസ് കുളക്കരയിൽ ചെന്ന് മിണ്ടടക്കം പാലിക്കുവാൻ തവളകൾക്ക് നിർദ്ദേശം നൽകി. അന്നു മുതൽ ആ കുളത്തിലും പ്രാന്തപ്രദേശങ്ങളിലും വിഹരിച്ചിരുന്ന തവളകൾക്ക് പ്രാർത്ഥനാ സമയത്തും പഠന സമയത്തും അവർ പൂർണ്ണമായ നിശബ്ദത പാലിച്ചു പോന്നു. ഒരു ദിവസം ഒരു വലിയ ജനാവലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഒരു യുവാവിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് കുറേ ആളുകൾ അവിടെ വന്നു. മാതാപിതാക്കളും അവിവാഹിതരായ സഹോദരങ്ങളും ഉൾപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു ചരമം പ്രാപിച്ച പ്രസ്തുത യുവാവ്. മാതാപിതാക്കളുടെയും സഹോദരികളുടെയും അടക്കാത്ത ദീനരോധനം കേട്ട് അന്തോനീസിന്റെ ഹൃദയം തേങ്ങി. മനസ്സിളങ്ങി ദൈവത്തിൽ ആശ്രയിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച ശേഷം ശവശരീരത്തിനടുത്ത് ചെന്ന് ശവമഞ്ചത്തെ സ്പർശിച്ചുകൊണ്ട് യുവാവ് എഴുന്നേൽക്കുകയും ഈശോയുടെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു എന്ന് സ്വരമുയർത്തി പറഞ്ഞു. ഉടനെ തന്നെ യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു. വിശുദ്ധ അന്തോനീസിന് നന്ദി പറഞ്ഞുകൊണ്ട് ശവമഞ്ചവുമെടുത്ത് യുവാവുമൊത്ത് അവർ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഈ വലിയ അത്ഭുതം മനസ്സിലാക്കിയ അനേകം പേർ മനസ്സ് തിരിഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ലിമാഗോ എന്ന സ്ഥലത്ത് വലിയൊരു ജനാവലിയോട് വിശുദ്ധ അന്തോനീസ് പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയം അന്തരീക്ഷം മേഘാവൃതമായി. കൊടുങ്കാറ്റിന്റെ അകമ്പടിയോടെ പേമാരി ആ സ്ഥലത്തെ സമീപിക്കുന്നു. അന്തോനീസ് ഒരു നിമിഷം പ്രസംഗം നിർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച ശേഷം പ്രസംഗം തുടർന്നു. കോരി ചൊരിയുന്ന മഴയും ശക്തമായ കാറ്റും യോഗസ്ഥലത്തിന് ചുറ്റും വിഹരിച്ചെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും പ്രസംഗം തീരുന്നതുവരെ യോഗസ്ഥലത്ത് പതിച്ചില്ല. ഈ അത്ഭുതത്തിന് അവിടെ കൂടിയിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ദൃക്സാക്ഷികളായതിനാൽ നാടെങ്ങും ഈ വാർത്ത പരന്നു. ഇതുമൂലം വിശുദ്ധന്റെ പ്രസംഗം എവിടെയുണ്ടെന്നറിഞ്ഞാലും ജനങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. AD 1226 പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ ലിമോജസ് എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ അവിടെ തിങ്ങിക്കൂടിയിരുന്ന വിശ്വാസികളോട് വിശുദ്ധ അന്തോനീസ് പ്രസംഗിക്കുകയായിരുന്നു. ജനങ്ങൾ സശ്രദ്ധം പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കയാൽ അദ്ദേഹം പ്രസംഗം നിർത്തി. ഭക്തിപൂർവ്വം കൈകൾ കൂപ്പി ശിരസ് നമിച്ച് മൗന പ്രാർത്ഥനയിൽ അമഗ്നനായി. ഈ സമയത്ത് അല്പം അകലെയുള്ള സ്വന്തം ആശ്രമ ദേവാലയത്തിലെ തിരുക്കർമ്മത്തിന് ഗായക സംഘത്തിന് പാഠം വായിച്ചു കൊടുക്കുവാൻ അദ്ദേഹം സമ്മതിച്ചിരുന്ന വിവരം ഓർമ്മയിൽ വന്നപ്പോഴാണ് പ്രസംഗം നിർത്തിയത്. ഈ സമയം അദ്ദേഹം സ്വന്തം ആശ്രമത്തിലെ ഗായക സംഘത്തിന്റെ മുൻപിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് കടമ നിർവഹിച്ച ശേഷം അപ്രത്യക്ഷനായി. തുടർന്ന് മൗനം ഭഞ്ജിച്ച് അദ്ദേഹം പ്രസംഗം തുടർന്നു. അങ്ങനെ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് തൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ തക്ക അത്ഭുത സിദ്ധി ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തിരുന്നു. മതവിരുദ്ധരായ ജനങ്ങൾ അധികമുള്ള ഇറ്റലിയിലെ ചില പ്രദേശങ്ങളിൽ വിശുദ്ധ അന്തോനീസ് പ്രസംഗ പര്യടനം നടത്തിയിരുന്നു. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിക്കാൻ ജനങ്ങൾ കൂട്ടാക്കിയില്ല. അവരുടെ നിസ്സഹകരണം മനസ്സിലാക്കിയ അന്തോനീസ് കടൽ തീരത്ത് പോയി കടലിനെ നോക്കി പ്രസംഗം ആരംഭിച്ചു.
പൊടുന്നനവേ കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വിശുദ്ധൻ നിന്നിരുന്ന സ്ഥലത്തിന് താഴെ വെള്ളത്തിന് മുകളിൽ തല ഉയർത്തി നിശ്ചലമായി നിലകൊണ്ടു. ഈ അതിശയകരമായ സംഭവം കണ്ടവരും അറിഞ്ഞവരുമായ മതവിരുദ്ധർ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിച്ചു തുടങ്ങുകയും ക്രമേണ അവരെല്ലാവരും അക്രമം വെടിഞ്ഞ് വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.